എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗിയറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഗിയർ എപ്പോഴൊക്കെ മാറണം, എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ സെൻട്രൽ ലൈൻ കണ്ടോ? ഈ സെൻട്രൽ ലൈനിൻ്റെ അർത്ഥം ന്യൂട്രലാണെന്ന്, അതായത് ഇവിടെ സെൻട്രൽ ലൈനിൽ എത്തിച്ച ന്യൂട്രലാണെന്നാണ്. ന്യൂട്രലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാനും പറ്റും. ന്യൂട്രാണെന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ ന്യൂട്രാണെന്ന് അർത്ഥം. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാം. ഫസ്റ്റ് ഗിയർ ഇടുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ച് തരാം. അതിനായി ഫസ്റ്റ് ക്ലച്ച് ഫുള്ള് പിടിച്ച്, ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഗിയർ നിൽക്കുന്ന ഈ സെൻട്രൽ പൊസിഷൻ, അതായത് 3-ന് താഴെ. നമുക്കിത് ഫസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി എങ്ങനെ എത്തിക്കണം എന്നുള്ള ഗിയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി മുകളിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് അത് കണക്ക് തന്നെ പോവാം. ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി മുകളിലേക്ക് പോയി, ഫസ്റ്റ് ഗിയറായി. ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ എങ്ങനെയെന്ന് നോക്കാം. സെക്കൻഡ് ഗിയർ ഇടാനുള്ളതും ഇതിൽ മൊത്തം ഗിയർ ഇടാനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. നേരെ 2 സ്റ്റെപ്പ് താഴോട്ട് കൊണ്ടുപോവുക സെക്കൻഡ്, അതായത് ലെഫ്റ്റിലേക്ക് ഹോൾഡ് ചെയ്ത് 2 സ്റ്റെപ്പ് കൊണ്ടുപോകാം. അതല്ലാത്ത പക്ഷം ജസ്റ്റ് പുറകിലോട്ടാക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയർ ആവും, ന്യൂട്രാവും. 2 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ ന്യൂട്രായി. എന്നിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് ഹോൾഡ് ചെയ്ത് ബാക്കിലോട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ടുവന്ന സെക്കൻഡായി. നമുക്കിനി തേർഡ് ഗിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ സെക്കൻഡിലാണ് കിടക്കുന്നത്, നമുക്കിനി ഇത് ഇവിടെ എത്തിക്കണം. ഇവിടെ സെൻട്രൽ പൊസിഷനിൽ എത്തിക്കണം. അതിനായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലോട്ടാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് സെൻട്രലിലെത്തും. കണ്ടോ, സെൻട്രലിലായി. ഇനി തേർഡ് ഗിയർ, ഇതിപ്പോൾ ഇവിടെയാണ് നിൽക്കുക. തേർഡ് ഗിയർ എങ്ങോട്ടാണ് പോകണ്ടേ? സ്ട്രൈറ്റ്. അപ്പോൾ സിമ്പിൾ. തേർഡ് ഗിയറും ഫോർത്ത് ഗിയറുമാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നത്. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും ഇടാൻ. അല്ല, ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഫോർത്ത് ഗിയർ ആയിപ്പോവും. നമ്മളിപ്പോൾ നേരത്തെ തേർഡ് ഗിയറാണ് പഠിച്ചത്. ഫോർത്ത് ഇടാനായി ഒരു സ്റ്റെപ്പ് പുറകിലോട്ടായപ്പോൾ ന്യൂട്രായി. അതുപോലെ തന്നെ നേരെ ബാക്കിലോട്ട്, നമ്മൾ തേർഡ് നേരെ ഫ്രണ്ടിലോട്ടല്ലേ ഇട്ടെ, അതുപോലെ നേരെ ബാക്കിലോട്ടായ ഫോർത്തായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പിടിക്കണ്ട. ഇനി ഫിഫ്ത്ത് ഗിയർ, അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെറിയൊരു പ്രശ്നം വരും. അതെനിക്കും പറ്റിയിട്ടുണ്ട്. 4th നിന്ന് 5th ഇടാൻ നോക്കി 3rd ആയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കൊണ്ടുപോവുക, ന്യൂട്രലായി, റൈറ്റ് കൊണ്ടുപോവുക, ഫ്രണ്ടിലോട്ടാക്കുക, 5th ഗിയർ. ഇനി ലാസ്റ്റ് 6 കൊടുക്കുന്ന റിവേഴ്സാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. മിക്ക വണ്ടികളിലും ഇപ്പോൾ വെൻഡോ പോലത്തെ വണ്ടികളിലൊക്കെ നേരെ വ്യത്യാസം വരും ഗിയർ പൊസിഷനിൽ. അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഗിയർ നോബിൽ നോക്കുക എങ്ങോട്ടൊക്കെയാണ് ഫസ്റ്റ് ഗിയർ വരുന്നത്. ചില വണ്ടികൾ ഫസ്റ്റ് ഗിയർ ഈ റിവേഴ്സിൻ്റെ പൊസിഷനിലായിരിക്കാം, ചില സമയത്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പൊസിഷനിലായിരിക്കാം റിവേഴ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ 5 സ്പീഡ് വണ്ടിയാണെങ്കിൽ മിക്ക വണ്ടികളിലും ഇങ്ങനെ തന്നെയാണ്. എങ്കിലും ചില ജർമ്മൻ വണ്ടികളിലൊക്കെ വ്യത്യാസം കാണാറുണ്ട്. ഇപ്പോൾ റിവേഴ്സ് എന്ന് പറയുന്നത് റൈറ്റിലോട്ട് കൊണ്ടുപോയി ഹോൾഡ് ചെയ്ത് ബാക്കിലോട്ട് വരിക, റിവേഴ്സായി. ഈ ഫസ്റ്റ്, സെക്കൻഡ്, 5th റിവേഴ്സ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം. ചെറിയ ടീക്ക് എന്ന് വെച്ചാൽ വലിയ ടീക്ക് അങ്ങോട്ട് കൈ കൊടുത്താൽ വണ്ടിയുടെ ഗിയറിനൊക്കെ പ്രശ്നം വരും. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഈ ഒരു ഭാഗത്ത് എത്തിച്ചുകൊണ്ട് വേണം മുകളിലോട്ടാക്കാൻ എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ. ഇത് മാത്രമല്ല, എപ്പോഴും ക്ലച്ച് പിടിച്ചിരിക്കുകയും വേണം. ഇനി അടുത്ത വീഡിയോ എപ്പോൾ നിങ്ങൾ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യണം, ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഞാൻ ഇട്ടു. ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്തു. ഒരു 40 ആയപ്പോൾ ഞാൻ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 60 ആയപ്പോൾ ഞാൻ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് 40 to 60 ഞാൻ ഓടിയത് തേർഡ് ഗിയറിലാണ്. 60-ലായപ്പോഴാണ് ഞാൻ ഫോർത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ പെട്ടെന്നല്ല, ഒരു സ്പീഡ് ബ്രേക്കർ വന്നു. അപ്പോൾ ഞാൻ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്തു, ബ്രേക്ക് ചവിട്ടിയപ്പോൾ സ്പീഡ് 30 ആയി. അപ്പോൾ നമ്മൾ എത്ര ഗിയറിലാണ് ഇടേണ്ടത്? 30 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഏത് ഗിയറിലാണ് വന്നത് ആ ഗിയറിൽ വേണം ഇടാൻ. അതായത് ഞാൻ 20 കിലോമീറ്ററിൽ സെക്കൻഡ് ഗിയർ ഇട്ടു, 40 കിലോമീറ്ററിലാണ് തേർഡ് ഗിയർ ഇട്ടത്. അപ്പോൾ 30 കിലോമീറ്റർ പറഞ്ഞാൽ 40-നും താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫോർത്തിൽ കിടക്കുന്ന ഗിയർ നമുക്കിങ്ങനെ ന്യൂട്രലാക്കി സെക്കൻഡിൽ പോവാം. സിമ്പിൾ. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.